വാർത്തകൾ വിശദമായി. കൂലി കുടിശ്ശിക വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഭാരത് ബീഡി തൊഴിലാളികൾ നടത്തുന്ന അനിശ്ചിതകാല സത്യാഗ്രഹ സമരം ഒരാഴ്ച പിന്നിട്ടു. ഹോസ്ദുർ ഭാരത് ബീഡി കൂലി കുടിശ്ശിക 4500 രൂപ വരെയുള്ള തുക നൽകണമെന്നാവശ്യപ്പെട്ടാണ് ബീഡി തൊഴിലാളി സംയുക്ത സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ ഏപ്രിൽ 12 മുതൽ ഭാരത് ബീഡി തൊഴിലാളികൾ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം ആരംഭിച്ചത്. കാഞ്ഞങ്ങാട് കൂടാതെ കാസർഗോഡും മഞ്ചേശ്വരത്തും ഭാരത് ബീഡി കമ്പനിക്ക് മുന്നിൽ തൊഴിലാളികൾ സമരം തുടരുന്നുണ്ട്. ലേബർ ഓഫീസർമാരുടെ സാന്നിധ്യത്തിൽ ചർച്ച നടന്നെങ്കിലും സമരം ഒത്തുതീർപ്പാക്കാനായിട്ടില്ല. ഒരാഴ്ച പിന്നിട്ടതോടെ തൊഴിലാളികൾ സമരം ശക്തമാക്കിയിട്ടുണ്ട്. CITU-വും AITU-CU ഉൾപ്പെടെ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലാണ് സമരം നടക്കുന്നത്. ഭാരത് ബീഡി മാനേജ്മെന്റ് യൂണിയനുകളുമായി ഉണ്ടാക്കിയ കരാർ പ്രകാരം 10 വർഷം ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് 4500 രൂപ കുടിശ്ശിക തുക നൽകണമെന്നാണ് വ്യവസ്ഥ. മറ്റ് ബീഡി കമ്പനികൾ ഇത് നൽകാൻ തയ്യാറായെങ്കിലും ഭാരത് ബീഡി കർണാടകയിൽ മാത്രം തുക വിതരണം ചെയ്തു. കേരളത്തിലെ 30,000-ഓളം വരുന്ന തൊഴിലാളികൾക്ക് കുടിശ്ശിക തുക നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം നടക്കുന്നത്. അനിശ്ചിതകാല സമരമാണ് പ്രഖ്യാപിച്ചത്. തൊഴിലാളികൾ 10 വർഷം ജോലി ചെയ്ത് ആ ജോലിയിൽ നിന്ന് പിടിച്ചുവെച്ച കുടിശ്ശികയാണ് ഈ തൊഴിലാളികൾ ആവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തുന്നത്. ഒരു പുതിയ വ്യവസ്ഥയ്ക്ക് വേണ്ടിയിട്ടുള്ള സമരമല്ല, പുതിയ ഒരു തീരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമരവുമല്ല. ഇപ്പോ കർണാടകത്തിൽ ഉണ്ടാക്കിയ ഒത്തുതീർപ്പ് വ്യവസ്ഥ പാലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരമാണ്.